ഗൈസ്, അപ്പോൾ മുംബൈയിൽ എത്തിയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ അത്. ഞാനൊരു 20 വർഷം മുമ്പ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് മുംബൈക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അമ്മേരെ അനിയത്തിയും ഫാമിലി ഇവിടെയാണ് താമസിക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. മുംബൈയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വന്നു കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിൻ ജേണി എക്സ്പീരിയൻസ് ചെയ്യണമെന്നായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി ഒരിടം വരെയും പോവാണ്. അപ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സെല്ലേഴ്സ് വരും കേട്ടോ. അതുപോലെ ചെറിയ ചെറിയ മാലകളും അങ്ങനെ കമ്മൽ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കയറും കേട്ടോ ട്രെയിനിൽ നിന്ന് ഓരോ സ്റ്റോപ്പിൽ നിന്നും. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാം, അതല്ലാതെയും വാങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ചതാ ഒരുവിധം എത്താറായിട്ടോ. സൗത്ത് മുംബൈ എത്താറായി. നമ്മൾ താമസിക്കണേ നവി മുംബൈ ആണ്. അപ്പോൾ എത്തുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ഉപ്പുവാടം കാണാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഉപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോണത് മുംബൈയുടെ തന്നെ ഐക്കോണിക് സ്പോട്ടായിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതിൻ്റെ തൊട്ടടുത്തുള്ള താജും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് CST റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം അത്ര അടിപൊളിയാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ആർക്കിടെക്ചർ അവർ അത് ഉണ്ടാക്കി വെച്ചേക്കണുണ്ടല്ലോ, അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. കാരണം അതിൻ്റെ ഓരോ മുക്കും മൂലയും അത് മാത്രം തന്നെയല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ അവരുടെ മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്കിങ്ങനെ ഒറ്റ നോടത്തിൽ നോക്കുമ്പോൾ വേറെ ഏതൊരു സ്ഥലത്തൊക്കെ എത്തിയ പോലെ തോന്നും. കാരണം അത്ര അടിപൊളിയായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ വേറെ നമ്മൾ ഇന്ത്യയിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷേ അത്ര അടിപൊളിയായിട്ടാണ്. കാരണം നമുക്കതിങ്ങനെ കാണുമ്പോൾ നോക്കിയിരിക്കാൻ തോന്നും, കാരണം അത്ര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി പോണത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ്. അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ നടക്കാൻ ഒരു 20 മിനിറ്റ്സിൻ്റെ വോക്ക് ഉണ്ട്. നമ്മൾ പോകുമ്പോൾ ബസ്സിനാണ് കേട്ടോ പോയിരുന്നത്. അപ്പോൾ സൺഡേസ് ഒഴികെയുള്ള ദിവസം പോവുകയാണെങ്കിൽ ഡബിൾ ഡെക്കർ ബസ് കിട്ടും. അതാകുമ്പോൾ നമുക്കൊരു സിറ്റി ടൂർ പോലെ ഇങ്ങനെ കണ്ട് പോവാം. അപ്പോൾ നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ നോർമൽ ബസ്സാണ് കിട്ടിയത്. അപ്പോൾ ഇത് ലൈബ്രറിയാണ്. അപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പതുക്കെ നടന്ന് ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം കേട്ടോ. നമ്മൾ വന്നിറങ്ങിയ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് ഒരു കുൽഫിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത്. അങ്ങനെ അവിടെ നിന്ന് ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റ് സെല്ലേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 1-2 സൺഗ്ലാസൊക്കെ വാങ്ങി വെച്ചിട്ടാണ് കേട്ടോ പോയത്. കാരണം അത്ര വെയിലായിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ചെയ്യുക കേട്ടോ. ഇവിടെ നിന്ന് ഇതേപോലെ ചെക്കിങ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അവർ ലൈവായിട്ട് തന്നെ ആ പ്രിൻ്റ് തരും. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എത്തി. നമ്മൾ ഇങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൊരു സ്ഥലം. ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരണേ. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതാണ് അറ്റം. ഇതിൻ്റെ അപ്പുറത്തേക്ക് കടലാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു സ്റ്റാർ ഹോട്ടലായിട്ടുള്ള താജ് ഉള്ളത്. തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു സൈഡിൽ നിന്ന് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് ചെല്ലണത് അജന്ത കേവ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1 അവർ ചെയ്യണുണ്ട്. നമ്മൾ അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. പക്ഷെ ഒരു 3 o'clock 4 o'clock വരെയുള്ള എൻട്രി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം 1 അവർ ചെയ്യണുള്ളതുകൊണ്ട് ഏകദേശം ഒരു ടൈമിൻ്റെ ഉള്ളിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തണം. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്ന് കണ്ടു കേട്ടോ. ഇപ്പോൾ താജിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള കുറേ പഴയ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് കൊളാബ കോസ്വേ. അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും വഴി അറിയില്ല. നമ്മളിങ്ങനെ അന്വേഷിച്ച് ചോദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എത്തിയപ്പോൾ മനസ്സിലായി ഇത് തന്നെയാണ് സ്ഥലം എന്നുള്ളത്. കാരണം അത്ര അടിപൊളിയായിട്ടാണ് കേട്ടോ സാധനങ്ങൾ. നമുക്ക് ഇതുപോലെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളും ഭയങ്കര ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഇതേപോലുള്ള വുഡ് ആൻഡ് ബാംഗിൾസ്, പിന്നെ അതുപോലെ ബാഗ്സ്, ലക്ഷറി ബാഗ്സിൻ്റെ കോപ്പീസ്, അതുപോലെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മുംബൈയിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതവിടെ വെച്ച് ക്വിറ്റ് ചെയ്ത് നേരെ പോയി ലഞ്ച് കഴിച്ച് വൈകുന്നേരം ആയിട്ടുണ്ടായിട്ടോ. പിന്നെ ആ ജേണി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഈ ഒരു മുംബൈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.